തുളസി കതിർന്നുള്ളിയെടുത്ത് കണ്ണനൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാർത്താം ഞാൻ. ആ വിഷുക്കണി എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറായിരുന്നു. ചേച്ചി, എന്താണ് ഈ വിഷു? കേരളത്തിലെ പ്രധാനപ്പെട്ട കൃഷി ഉത്സവങ്ങളാണ് വിഷുവും ഓണവും. ഓണം വിരിപ്പുനെൽ കൃഷിയുമായി ബന്ധപ്പെട്ടെങ്കിൽ വിഷു വേനൽ പച്ചക്കറികളുമായി ബന്ധപ്പെട്ടാണ്. ഈ വിഷുവിൻ്റെ പ്രത്യേകത എന്താ? രാവും പകലും ഒരേപോലെ ആയിരിക്കും, അത് തുല്യമായിരിക്കും. പിന്നെ വിഷുവിന് ചെയ്യുന്ന പ്രത്യേകത ഫലങ്ങളെല്ലാം ഒരു വർഷത്തേക്ക് നിലനിൽക്കുമെന്നാണ് പറയുന്നത്. ഈ കണിയാണ് എന്തൊക്കെ ഉപയോഗിക്കും? നീ അവിടെ കണ്ടില്ലായിരുന്നോ? ആഭരണങ്ങളും പിന്നെ പഴങ്ങളും കർണികാര പൂവൊക്കെ അവിടെ വെക്കിയത്. ഇത് കർണിയാണോ? ഇത് കൊന്നപ്പൂവില്ലേ? ഇത് കണി കാണാൻ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് കണിക്കൊന്ന പൂവെന്ന് വിളിക്കുന്നത്. ഞാനൊരു കൃഷ്ണനെ കണ്ടില്ലേ, അതെന്താ? ത്രിമൂർത്തികളിൽ സൃഷ്ടിസ്ഥിതി സംഹാരം എന്ന് കേട്ടിട്ടില്ലേ? അതിൽ സ്ഥിതിയുതനാഥനായ മഹാവിഷ്ണുവിനെ ഓർമ്മിക്കുന്നതാണ് കൃഷ്ണ വിഗ്രഹം. അതിൽ നമ്മൾ നമ്മളെ തന്നെ കാണാൻ വേണ്ടി ഒരു വാൽക്കണ്ണാടിയും കൂടിയുണ്ട്. അപ്പോൾ എൻ്റെ കൈ നീട്ടം ഇവിടെ. എൻ്റെ കൈ നീട്ടം അല്ല, ഇതെന്തിനാണെന്ന് അറിയണ്ടേ? വേണ്ടേ, ഇതൊരു മുട്ടായി തിന്നാൻ. നിനക്ക് മുട്ടായി മാത്രം മതിയാ? പായസം ഒന്നും വേണ്ടേ? ചേച്ചി ഉണ്ടാക്കുന്ന അറിയില്ല, എന്നാൽ ഇപ്പം വരാം. ആഹാ, ഷട്ടക്കെട്ട് സുന്ദരനായല്ലോ. പണ്ടേ സുന്ദരല്ലേ. ചേച്ചി ഒരു പായസം റെഡിയാക്കിയോ? അച്ഛനമ്മയും കോവിലിൽ പോയിട്ട് വന്നില്ലല്ലോ. ഞാൻ നോക്കിയപ്പോഴത്തേക്ക് റവയും പാലും ഇരിക്കുന്നു. അത് വെച്ച് പായസം ഉണ്ടാക്കാനാണ് എൻ്റെ പ്ലാൻ. റവയും പാലും വെച്ച് പായസം? ഉപ്പ് അല്ലേ ഉണ്ടാക്കുന്നത്? റവയും പാലും വെച്ച് പായസം ഉണ്ടാക്കാൻ പറ്റും. അടിപൊളി പായസം ഞാൻ ഉണ്ടാക്കി തരാം. ചൂടായി വരണം നല്ലത്. ചൂടായില്ല. അത് കഴിഞ്ഞ് നമ്മളിതാ ഇതിടണം. ഇത് ഇങ്ങനെ ഓരോന്നായിട്ട് നമ്മൾ ഇടണം. പാത്രം എന്താ ചൂടായി വന്നാൽ നമുക്ക് ഇനി നെയ്യ് ഒഴിക്കാം. ഇനി നമ്മൾ ഇപ്പൊ തിന്ന ആ സമയമാകുമ്പോൾ ഒന്നും കാണൂല. കണ്ട, ഇങ്ങനെ നമ്മൾ വറുത്തെടുക്കണം. ഇങ്ങനെ ഇതേപോലെ കണ്ട ബബിൾസ് പോലെ വന്നു. ചേച്ചി, സത്യത്തിൽ ഇതൊക്കെ എന്തിനാണ്? ഇതിൻ്റെ നമ്മൾ പായസം കുടിക്കുമ്പോൾ ജ്യൂസ് കുടിക്കും പോലെ അല്ലേ, അത് മികച്ച് കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ ഇടുന്നത്. അപ്പോൾ കുറച്ചും കൂടെ വെറൈറ്റി. ഓക്കെ, നമ്മളിതിങ്ങനെ സെപ്പറേറ്റ് ചെയ്യണം. നല്ല മണമുണ്ട് നെയ്യ. നമുക്കിതിനെ റവയുടെ പകുതി ഇടണം. കറക്റ്റായിട്ട് ഉണക്കിട്ട് നമുക്കിനി പാൽ വെക്കാം. പാൽ. ഓക്കെ, ഇനി നമ്മൾ കട്ടി പിടിക്കാൻ പാടില്ല. ചേച്ചി, ഉപ്പ് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാക്കണേ? അത് പാൽ ഒഴിക്കൂലല്ലോ. ഇത് പാൽ ഒഴിക്കുമ്പോൾ പായസം. അപ്പോൾ ഇതൊക്കെ എപ്പോൾ ഇടും? അതൊക്കെ ഇടും. നമ്മൾ ഇതിനെ അല്ലതാണ്ട് ഇത് കട്ട പിടിക്കുന്നുണ്ടോ? അപ്പം കട്ട പിടിക്കാണ്ട് ഇങ്ങനെ നല്ല പോലെ ഇങ്ങനെ പാലിലോട്ട് ഇങ്ങനെ വരുമ്പോൾ അത് അപ്പം നമുക്ക് ഉണ്ടാക്കാം. ചേച്ചി, ഇതെപ്പോൾ ഇങ്ങനെ തിളച്ച് വയ്ക്കും? 5 മിനിറ്റ് നമുക്ക് ഇങ്ങനെ ഇളക്കാം. അതപ്പോഴത്തേക്കും കട്ടിയാവും. അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഇനി ഒഴിക്കാനുണ്ട്.
അത് അച്ഛനും അമ്മ വരുമ്പോൾ നമുക്ക് റെഡിയാക്കി വെക്കാൻ വേണം. പിന്നെ അല്ല, അവർക്ക് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം. ഈ പഞ്ചസാരയൊക്കെ ഇപ്പോൾ ഇടും. അത് ഇത് തിളച്ച് വന്നിട്ട് ഒരു ഇതാവുമ്പോൾ നമുക്ക് വിടാം. പിന്നെ നിനക്കൊരു സാധനം കൂടി ഞാൻ വെച്ചിട്ടുണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ അതാ നമ്മളിതുവരെ നമ്മൾ മധുരം ഒന്നും ഇട്ടിട്ടില്ല. നമുക്കിനി മധുരം ഷുഗർ ഇടണം. നല്ലതുപോലെ ഇളക്കണം. അപ്പോൾ ഇതൊക്കെ എപ്പോൾ ഇടും? അതിനി നമ്മൾ ഇതൊന്ന് 2 സ്റ്റെപ്പും കൂടെ ഒന്ന് ഇറക്കിയിട്ട് നോക്കിയിടാം. കസ്റ്റേർഡ് മിൽക്ക് ഇനി ഇളക്കാം. മണം നല്ലതല്ലേ? അപ്പോൾ ഇത് ലാസ്റ്റാണ്. ഏലക്ക ഇപ്പോൾ ഇടും. ഏലക്ക ഇപ്പോൾ ഇടണം. അടുത്ത് തിന്നല്ലേ? നമുക്കിങ്ങനെ നല്ല മണം വേണം. അപ്പം അതിനാണ് നമ്മൾ ഈ ഇല ഇടുന്നത്. നല്ല മണം കിട്ടും. ഇനി നമ്മൾ ആദ്യം ചെയ്ത് വെച്ച സാധനം ഇടണം. തന്നെ പായസം റെഡി ആയില്ല. പിന്നെ അല്ല, ഞാൻ സാധനം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞില്ലേ? എന്താണെന്നറിയണ്ടേ? അതാണ് തിരുമധുരം. തിരുമധുരം അതെന്തോ സാധനം? അത് ത്രിമധുരം എന്നാണ് റിയൽ നെയിം. പക്ഷേ എല്ലാവരും പറഞ്ഞത് തിരുമധുരം എന്നാക്കി. തിരുമധുരം എന്ന് 3 മധുരം, 3 മധുരങ്ങളും മിക്സ് ചെയ്ത് കൽക്കണ്ട്, പഴം, തേൻ ഇതെല്ലാം മിക്സ് ചെയ്തിട്ടാണ് വന്നത്. അപ്പോൾ നല്ല മധുരമായിരിക്കും. അപ്പോൾ നമ്മളുടെ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, വിഷുവിന് ഭഗവാൻ ആരായിരുന്നു? കൃഷ്ണൻ. അപ്പം കൃഷ്ണൻ ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് മധുരം. നീ ഇവിടെ കിടന്ന് വാശി പിടിക്കുമല്ലോ മധുരത്തിന്. അപ്പം നിനക്കും കൂടി ചേർത്താണ് ഞാൻ വെച്ചിരിക്കുന്നത്. കൃഷ്ണനെ പൂജിക്കുന്നത് കൊണ്ട് നിനക്കും കൂടി ഞാൻ തന്നു. അപ്പോൾ ഇന്നുണ്ടാക്കി തരുമോ? ഇന്നല്ലേ, ഇപ്പോൾ ഉണ്ടാക്കി തരാം. അത് ഈ പായസമൊക്കെ ഒന്ന് നമുക്ക് മാറ്റി വെച്ചിട്ട് ഇപ്പം നമുക്ക് റെഡിയാക്കാം. അപ്പോൾ ഒരുമിച്ച് നമുക്ക് കഴിക്കാമല്ലോ. അപ്പോൾ അതാ നമ്മളുടെ കദളിപ്പഴം എല്ലാം കൂടെ കുഞ്ഞായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഈ 3 മധുരവും കൂടെ ഇട്ടിട്ടുള്ള ടേസ്റ്റ് അറിയണ്ടേ? നമുക്കിനി തേൻ ഒഴിക്കണം. ഇനി നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യും. ചേച്ചി, ദേവിക്കേറൊക്കെ മധുരം ഇഷ്ടമാണോ? പിന്നെ അവർക്ക് മധുരമാണ് ഇഷ്ടം. അതല്ലേ നമ്മൾ പായസം ഉണ്ടാക്കുന്നത്, ലഡു, അതൊക്കെ നമുക്ക് അമ്പലത്തിൽ പോകുമ്പോൾ അതൊക്കെ ഉണ്ണിയപ്പം ഇതൊക്കെ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. ചേച്ചി നല്ലോണം ഇളക്കി കൊടുക്കുന്നു. പിന്നെ അത് നമ്മൾ ടേസ്റ്റ് ഈക്വൽ ആക്കണ്ടേ? അപ്പം നമ്മൾ മിക്സ് ചെയ്താലല്ലേ, അല്ലെങ്കിൽ ഇവിടെ മാത്രം മധുരം ബാക്കിയൊന്നും മധുരം കിട്ടത്തില്ല. ഇനി നമുക്ക് കൽക്കണ്ട. നമുക്കിനി വീണ്ടും മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം. കഴിക്കൂ. കുഴപ്പമില്ല. പക്ഷെ കുറച്ചും കൂടി തേനിൻ്റെ കുറവുണ്ടോ? അപ്പം കുറച്ചും കൂടി ഇടാം. ഓക്കെ ഓക്കെ. കൊള്ളാം. അത്ര നമ്മളുടെ തിരുമധുരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളുടെ തിരുമധുരം ഇവിടെ റെഡിയാണ്, പായസം റെഡിയാണ്. എനിക്കിതിൽ ആദ്യം ഏതാ വേണ്ടേ? രണ്ടും ഒരുമിച്ചില്ല രണ്ടൊക്കെ. അപ്പം ഞാൻ താൽക്കാലികമായിട്ട് ഇവിടെ ഞാൻ വെച്ചിരിക്കുകയാണ്, എടുക്കരുത്. ഞാൻ പായസം ബൗളിലാക്കി കൊണ്ടുവരാവേ. എന്നാ പായസം ചൂടുണ്ട്, സൂക്ഷിച്ച് കഴിച്ചോക്ക്. സൂപ്പർ. നിനക്ക് തിരുമധുരമാണ് ഇഷ്ടപ്പെട്ട, പായസമാണ് ഇഷ്ടപ്പെട്ടെ? എനിക്ക് രണ്ടും ഇഷ്ടപ്പെട്ടു. കുറേ ടിപ്പുകളുണ്ട് അല്ലേ ബിലു? യെസ്. അപ്പം നമ്മൾ രണ്ടുപേരും കൂടെ ഇനിയും വരും ഇവിടെ, നിങ്ങൾ കാണുക. ബാക്കിയൊക്കെ സർപ്രൈസ് ആണ് കേട്ടോ. അപ്പം നമുക്ക് വിഷു ആശംസകളോടെ നിർത്തിയാലോ?
എല്ലാവർക്കും ഞങ്ങളുടെ ഹാപ്പി വിഷു.